സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയത്താണ് വിശേഷങ്ങളൊക്കെ തിരക്കാനായിട്ട് സിസ്റ്റേഴ്സ് ചുറ്റും കൂടി. അച്ഛാ, ആശ്രമത്തിൽ എത്ര അച്ഛന്മാരുണ്ട്? ഞാൻ ആശ്രമത്തിലെ അച്ഛന്മാരുടെ പേരുകളെല്ലാം പറഞ്ഞു. പുല്ലിയച്ഛൻ്റെ പേര് പറഞ്ഞപ്പം ഒരു സിസ്റ്റർ ചാടി പറഞ്ഞു, ഓ പുള്ളിയച്ഛൻ ഇപ്പം അവിടെയാണോ? ഞാൻ ഞെട്ടി. ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ വിളിക്കുന്നത് പുള്ളിയച്ഛൻ എന്ന്? അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, അച്ഛൻ രാജഗിരിയിൽ സ്കൂളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂൾ കഴിഞ്ഞാൽ വിട്ടാൽ ഉടനെ തന്നെ അച്ഛൻ അതേ ബസ്സിൽ പാസ്റ്റർ മിനിസ്ട്രിക്കായിട്ട് ഓടും. ക്ഷീണമില്ലാത്ത ഓട്ടമായിരുന്നു അച്ഛന്. കുട്ടികൾക്ക് വിശുദ്ധരുടെ കുഞ്ഞ് പടങ്ങൾ കൊടുക്കും. അങ്ങനെ ധ്യാനിപ്പിച്ചും കുമ്പസാരിപ്പിച്ചും ഓടി നടന്ന അച്ഛൻ. ആ ഓട്ടക്കാരൻ അച്ഛന് അവരിട്ട പേരാണ് പുള്ളിപ്പുലി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ല പ്രസംഗവും നല്ല കഴിവും ഉണ്ടെങ്കിൽ നമുക്കൊരാളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റും. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ജീവിതം കൊണ്ട് ഒരാളെയെങ്കിലും നമ്മൾ തൊട്ടിരിക്കണം. എത്രയോ പാവപ്പെട്ടവരുടെ അടുത്ത് ഭക്ഷണപ്പൊതിയുമായി അച്ഛൻ ചെന്നിരിക്കുന്നു. എത്രയോ പേരെ കുമ്പസാരിപ്പിച്ചിരിക്കുന്നു. ഒരാളെയല്ല, അനേകരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച അച്ഛനാണ് പുല്ലിയച്ഛൻ. ഇന്നലെ അച്ഛൻ യാത്രയായി. അച്ഛൻ ഇന്ന് സ്വർഗത്തിലാണ്. ഇന്നത്തെ ഗോസ്പൽ പാസേജിൽ ഈശോ പറയുന്നതാണ്, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കും. ആമേൻ.